ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ടോപ്പ് 10 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാ. ഹിയർ വി ഗോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാം. നേരം വീഡിയോയിലേക്ക്. ഡേറ്റാ പ്രോസസ്സിംഗ് വിത്ത് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീസിംഗ് ഓഫ് റോ ആൻഡ് കോളം ഇൻ കാൽക്ക്. അതായത് കാൽക്കിൽ റോയും കോളവും ഫ്രീസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീസിംഗ്, ഫ്രീസിംഗിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഇൻസെർട്ട് എ കോളം ഇൻ എ വർക്ക്ഷീറ്റ്. അതായത് ഒരു വർക്ക്ഷീറ്റിൽ എങ്ങനെയാണ് കോളം ഇൻസെർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടിംഗ് എ വർക്ക്ഷീറ്റ് ടു എ PDF ഫോർമാറ്റ്. അതുപോലെ തന്നെ ഒരു വർക്ക്ഷീറ്റ് PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. അതായത് സ്പ്രെഡ്ഷീറ്റിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് യൂസ്ഡ് ഇൻ സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ചാർട്ടുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ് ഇൻ കാൽക്ക് വിത്ത് എക്സാമ്പിൾ. അതായത് കാൽക്കിലെ വിവിധ തരത്തിലുള്ള സെൽ റെഫറൻസിങ് എന്തെല്ലാമാണ്, അതുപോലെ അവയുടെ എക്സാമ്പിൾസും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് 4th ചാപ്റ്റർ ആണ് ഡേറ്റ അനാലിസിസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെന്റ്സ് ഇൻ കാൽക്ക് സോഫ്റ്റ്വെയർ. കാൽക്ക് സോഫ്റ്റ്വെയറിലെ എലമെന്റ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ സോർട്ടിംഗ് ഇൻ കാൽക്ക് സോഫ്റ്റ്വെയർ. അതായത് കാൽക്ക് സോഫ്റ്റ്വെയറിലെ സോർട്ടിങ്ങിന്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മീൻ ബൈ ഫിൽറ്ററിംഗ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ടൈപ്സ്. അതായത് സ്പ്രെഡ്ഷീറ്റിൽ ഫിൽറ്ററിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഫിൽറ്ററിംഗിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ചാർട്ട് ഇൻ സ്പ്രെഡ്ഷീറ്റ്. അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 5th ചാപ്റ്റർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ പ്രസന്റേഷൻ. എന്താണ് പ്രസന്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ ഹൗ ക്യാൻ ഇൻസെർട്ട് ഇമേജ് ആൻഡ് ഓഡിയോ ഓർ വീഡിയോ ഫയൽസ് ഇൻ പ്രസന്റേഷൻ. എങ്ങനെയാണ് ഒരു പ്രസന്റേഷനിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഫയൽ ഇൻസെർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്ലൈഡ് വ്യൂസ്. വിവിധ തരത്തിലുള്ള സ്ലൈഡ് വ്യൂസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, 5 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഗ്രേഡിയന്റ് ഫിൽ ആൻഡ് ഹാച്ചിങ്. എന്താണ് ഗ്രേഡിയന്റ് ഫില്ലിംഗ് എന്നും അതുപോലെ എന്താണ് ഹാച്ചിങ് എന്നും പഠിച്ചിരിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് സ്ലൈഡ് മാസ്റ്റർ. എന്താണ് സ്ലൈഡ് മാസ്റ്റർ എന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ വാട്ട് ആർ ദ യൂസ് ഓഫ് സ്ലൈഡ് സോർട്ടർ വ്യൂ. സ്ലൈഡ് സോർട്ടർ വ്യൂവിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 6th ചാപ്റ്റർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജിംബ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ റാസ്റ്റർ ആൻഡ് വെക്ടർ ഇമേജസ്. റാസ്റ്റർ വെക്ടർ ഇമേജസ് തമ്മിലുള്ള കമ്പാരിസൺ പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ട്രാൻസ്ഫോം ടൂൾസ് ഇൻ ജിംബ് സോഫ്റ്റ്വെയർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ജിംബ്. അതായത് ജിംബ് സോഫ്റ്റ്വെയറിലെ ട്രാൻസ്ഫോം ടൂൾസ് എന്തെല്ലാമാണ്, അതുപോലെ ജിംബിന്റെ ഫീച്ചേഴ്സ് സവിശേഷത എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സെലക്ഷൻ ടൂൾസ് ഇൻ ജിംബ്. ജിംബിലെ സെലക്ഷൻ ടൂൾസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ അഡ്വാൻസ്ഡ് ടൂൾസ് ഫോർ ഇമേജ് എഡിറ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ഇൻ ജിംബ്. ജിംബിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫിൽറ്റേഴ്സ് എന്തെല്ലാമാണ്, വിവിധ കാറ്റഗറിയിലുള്ള ഫിൽറ്റേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ യൂത്ത് ഓഫ് പാത്ത് ടൂൾ ഇൻ ജിംബ്, ഡിഫൈൻ ആങ്കർ പോയിന്റ്. അപ്പം ജിംബില് പാത്ത് ടൂളിന്റെ ഉപയോഗം എന്താണ്, അതുപോലെ തന്നെ എന്താണ് ആങ്കർ പോയിന്റ് എന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് കളർ സ്കീംസ്, സബ്ട്രാക്റ്റീവ് കളർ സ്കീം ആൻഡ് അഡിക്റ്റീവ് കളർ സ്കീം, കമ്പയർ ദം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് 2 തരത്തിലുള്ള കളർ സ്കീം ഉണ്ട് നമുക്കറിയാം. സബ്ട്രാക്റ്റീവ് കളർ സ്കീമും ഉണ്ട്, അഡിക്റ്റീവ് കളർ സ്കീമും ഉണ്ട്. അപ്പോൾ അവ എന്താണെന്നും അവയുടെ കമ്പാരിസൺ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, എന്താണ് ഡേറ്റ എന്നും എന്താണ് ഇൻഫർമേഷൻ എന്നും അപ്പോൾ തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് റോൾ ഓഫ് CPU ഇൻ എ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തെല്ലാമാണ്, കമ്പ്യൂട്ടറിന്റെ സവിശേഷത എന്തെല്ലാമാണ്, അതുപോലെ കമ്പ്യൂട്ടറിൽ CPU പങ്ക് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആസ്കി ആൻഡ് യൂണിക്കോഡ്. അപ്പം എന്താണ് ആസ്കി എന്നും എന്താണ് യൂണിക്കോഡ് എന്നും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്, ഡേറ്റ പ്രോസസ്സിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ, കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ആൻഡ് കോമൺലി യൂസ്ഡ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. എന്താണ് ഇ വേസ്റ്റ് എന്നും അതുപോലെ തന്നെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പയർ റാം ആൻഡ് റോം, കമ്പയർ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ, കമ്പയർ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. അപ്പോൾ ഇങ്ങനെയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. റാമോ റോമോ തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഫ്രീവെയർ ഷെയർവെയർ തമ്മിലുള്ള കമ്പാരിസൺ, ഇന്റർപ്രറ്റർ കമ്പൈലർ തുടങ്ങിയവയുടെ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസസ്, ഏതെങ്കിലും 5 ഔട്ട്പുട്ട് ഡിവൈസസ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അവയുടെ ചെറിയൊരു എക്സ്പ്ലനേഷനും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനും അതുപോലെ കമന്റ് ബോക്സിലും വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.